ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് എനിക്ക് സാലറി വന്ന എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ മേടിച്ച് കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാണ് മേടിക്കാറ്? ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കുന്ന ഒരു സ്കെച്ച് ബുക്കാണ് കേട്ടോ. എനിക്ക് വെറുതെ പടമൊക്കെ വരച്ച് കളിക്കാനായിട്ട് ഒരു സ്കെച്ച് ബുക്ക് മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറേ കളർ സെറ്റുള്ള അതായത് കളേഴ്സുള്ള ഒരു കളർ പേപ്പറാണ് കേട്ടോ മേടിച്ചത്. അത് അധികം റേറ്റൊന്നും ആയില്ല, എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ഞാനപ്പോൾ അങ്ങനെ മേടിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഒന്ന് ശ്രമിച്ചതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലിറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല സ്റ്റാർ ഷേപ്പിലുള്ള റെഡ് കളർ ഗ്ലിറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ക്രയോൺ എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ യൂസ് ചെയ്ത് അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലേ കിറ്റ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ക്ലേ മാത്രമല്ല ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. അത് ഞാൻ വേറൊരു ഷോർട്സ് ആക്കിയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഓരോന്നും ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. സംഭവം എൻ്റെ സാലറി കഴിഞ്ഞു എങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങളിത് കാണിക്കുന്ന ഓരോന്നും എടുത്തിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഗ്ലിറ്റർ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, അതായത് ഗ്ലിറ്റർ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗ്ലിറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ബ്ലൂവും ഗ്രീനും ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതല്ലാണ്ട് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊതുവേ ഞാൻ വാഷി ടേപ്സ് കാര്യങ്ങളൊക്കെയാണ് മേടിക്കുക. ഇന്ന് ഞാൻ കുറച്ച് ഗ്ലിറ്റർ ടേപ്സ് മേടിച്ചിട്ടുണ്ട്. കുറച്ചല്ല, രണ്ടെണ്ണം മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു റെഡും ഒരു ഗോൾഡ് കളറുമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നമ്മളൊരു എപ്പോഴും യൂസ് ചെയ്യുന്ന കളറാണല്ലോ വൈറ്റ്. അപ്പോൾ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കാർബൺ കോപ്പിയാണ് കേട്ടോ. ഞാൻ പടം വരയ്ക്കാൻ അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ല, അപ്പോൾ പെയിൻറ്റ് മറ്റേ ഗ്ലിറ്റർ പെയിൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കോപ്പി എടുക്കാറുണ്ട്. അപ്പോൾ കാർബൺ കോപ്പി ഒരു 5-6 മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ കാണിച്ചത് ജാക്ഷലാണ് കേട്ടോ. അത് മറ്റേ എന്താണ് നമ്മളെ ശംഖ് എന്ന് പറയുന്ന സാധനം, അതിങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തിട്ട് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും. ഇത് ത്രെഡാണ്. ഇത് നമുക്ക് ക്യാൻഡിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് മേടിച്ചതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇങ്ക് ഡ്രോപ്പറാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ക് അധികം സ്പ്രെഡ് ആവാതെ ഇങ്ങനെ ഭയങ്കര കുറച്ച് മാത്രം കൊടുക്കേണ്ട സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ക് ഡ്രോപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാണ്, പ്ലാനിങ്ങിലുണ്ടായിരുന്നതല്ലായിരുന്നു. ഇത് ഗ്ലിറ്റർ പെന്നാണ്. ഇത് അറിയാത്ത ആരുമില്ലല്ലോ ഗ്ലിറ്റർ പെൻ, അതായത് പല കളറുള്ള നോക്കിയിട്ട് ഞാൻ എടുത്തായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഉള്ള ആ ഒരു പാക്കറ്റും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വീണ്ടും അഗെയിൻ ഒരു ഡ്രോയിങ് ബുക്ക്. ഇതിലെനിക്ക് ക്രയോണൊക്കെ വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രോയിങ് ബുക്ക് മേടിച്ചത്. ഞാൻ പണ്ടിങ്ങനെ ക്രയോൺ വെച്ച് വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത് ഓർത്ത് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇത് ജസ്റ്റ് മറ്റേ നമ്മുടെ ടിഷ്യൂ കാര്യങ്ങൾ, അതായത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇത് ടിഷ്യൂ റോള്, നമുക്ക് ടിഷ്യൂ റോള് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും ആവശ്യമാണ്, അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഫെവിക്കോള് പിന്നെ പറയണ്ടല്ലോ എന്താണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു സാധാ ഒരു നോർമൽ ടേപ്പ്. ഇത് ഒരുവിധം എല്ലാവരുടെ കയ്യിലും കാണും, അത് വേറെ കാര്യം. പിന്നെ ഫെവിക്വിക്ക്. ഈ ഫെവിക്വിക്കിനെ കൊണ്ട് ഒരു രക്ഷയില്ല, ഞാൻ ചെയ്യുമ്പോൾ അത്ര എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ, ഇത് ഇളകിയിട്ടൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് ചാർട്ട്. ഇത് ഞാൻ ഗ്ലിറ്റർ പെയിൻറ്റ് ഉദ്ദേശിച്ച് മേടിച്ചതാണ് ഈ ബ്ലാക്ക് ചാർട്ട്. അതുപോലെ വേറെയും കാര്യങ്ങളിൽ ഉപയോഗിക്കും, പക്ഷെ അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച് മേടിച്ചത് കേട്ടോ. അതുപോലെ തന്നെ ഇത് സ്മൈലി ബലൂൺ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അതിന് മാത്രമല്ല, ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബലൂൺ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് പറയണം കേട്ടോ. ഈ ബലൂൺ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ജേണൽ കിറ്റാണ് കേട്ടോ. ജേണൽ കിറ്റ് ഒരു രക്ഷയില്ല, കാരണം നമുക്ക് ജേണൽ ചെയ്യാൻ വേറൊരു സാധനം പുറത്ത് പോയി നോക്കണ്ട, അമ്മാതിരി സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ഷോർട്സും വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി കാണാവുന്നതാണ്. ഞാനിതിപ്പോൾ ഒതുക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് അടുത്ത ഈ ഒരു കളർ പെൻസിൽ സെറ്റ് ആ ഒരു സംഭവം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പേസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഉള്ളതിൽ ഇത്രയും ഞാൻ കാണിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് കേട്ടോ. ഇത് ആ പ്രൈസിന് വർത്തുമാണ്. അതുപോലെ തന്നെ ഒരു ബിഗിനറിനാണെങ്കിലും അല്ലെങ്കിൽ കയ്യിൽ എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുന്ന ആളിന്, പുതുതായിട്ട് ക്രാഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെന്തുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. കാണാൻ ആ ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക്
മനസ്സിലാവും. ബോക്സ് നല്ല ക്യൂട്ടുമാണ്, ആ സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. അതുപോലെ തന്നെ പ്രൈസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസുമാണ് അവർ നൽകുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതിൻ്റെയും ഒരു ഷോർട്സും വീഡിയോയും ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. ഞാനപ്പോൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ജേണൽ കിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ക്ലേ കിറ്റ് അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. ഞാൻ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കൊള്ളാലോ അത് കൊള്ളാലോ ഇത് കൊള്ളാലോ അങ്ങനെ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അടുത്ത സാധനം കാണിക്കാൻ പോവാണ്. ഇതിൻ്റെ ഈ പെട്ടിയൊക്കെ അടയ്ക്കുന്ന ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പണ്ടത്തെ കുട്ടിക്കാലത്ത് നമ്മൾ ബാഗ്, നമുക്കിതുപോലത്തെ ബാഗ് ഉണ്ടായിരുന്നു, നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കതിങ്ങനെ ഓർമ്മ വന്നു കേട്ടോ, ഈ പെട്ടി ഇങ്ങനെ അടയ്ക്കുന്ന ആ ഒരു സമയത്ത്. ദെൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, ഞാൻ ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു തയ്യൽ മെഷീനൊക്കെ ഉണ്ട്, ഒരു ടേബിൾ ടോപ്പ് മെഷീനൊക്കെ ഉണ്ട്. അതിൽ യൂസ് ചെയ്യാനായിട്ട് മെഷീൻ ഓയിൽ മേടിച്ചിട്ടുണ്ട്. അതായത് നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മെഷീൻ ഇങ്ങനെ തുരുമ്പ് പോലെയൊക്കെ ആവും. അപ്പോൾ മെഷീൻ ഓയിൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചത് ചോക്കാണ്. സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് യൂഷ്വലി വേണ്ടൊരു സാധനമാണ് ചോക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ തയ്യൽ മെഷീൻ്റെ പെഡലാണ് കേട്ടോ. പിന്നെ ഒരു ടേപ്പ്, എൻ്റെ ഉണ്ടായിരുന്ന ടേപ്പ് അത്ര ക്വാളിറ്റി ഉള്ളതല്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി ഇത് ഒരു നല്ലൊരു ടേപ്പ് മേടിച്ചു. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. എൻ്റെ തയ്യൽ മെഷീൻ ടേബിൾ ടോപ്പ് മെഷീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ മേടിച്ചല്ല, കുറച്ച് നാളായി, എങ്കിലും ഇതിൽ ഞാൻ അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ച നൂല് കാര്യങ്ങൾ സെറ്റുകളൊക്കെ ആ തയ്യൽ മെഷീൻ മേടിച്ചപ്പോൾ തന്നെ കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ടേബിൾ ടോപ്പ് മെഷീനാണ്, ഉഷ ജാനോമിൻ്റെ മെഷീനാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.